എടാ കള്ളു മഹാബാബി, അപ്പോ എന്റെ ഐഡിയ മാത്രമല്ല, നിന്റെ ബുദ്ധി ഉണ്ടല്ലേ? എന്തായാലും വേണ്ടില്ല, എല്ലാം കളറായല്ലോ. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, അല്ല ആന്റി, ആന്റിക്ക് ഒരു സദ്യയും കൂടെ അല്ലേ? അതെവിടെ? ഏട്ടന്റെ കല്യാണത്തിന് ആള് വരൂലേ? പിന്നല്ലാതെ വരാതെ, ഒരേ ഒരു ഏട്ടനല്ലേ, അങ്ങനെ വരാതിരിക്കാൻ പറ്റോ? ആ അത് തന്നെ. ഇനി അഥവാത്തെ ആ സന്തതി വന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരത്തില്ലേ? ആഹാ, അടിപൊളി. അതും കൂടെ വന്ന പൊളിയായി. പിന്നെ നമുക്ക് പൊളിച്ചെടുക്കാം, അല്ലേ ചിമ്മിക്കുട്ട? ഓ പിന്നെ എനിക്കറിഞ്ഞൂടാ. ആ അതെന്താ ചിമ്മി അങ്ങനെ പറഞ്ഞേ? എന്റെ പൊന്നു ഹോബി, നീ അതൊന്നും ആലോചിക്കണ്ട, ഒന്ന് കിടക്കാൻ നോക്ക്. ഞാൻ പോയി, എനിക്ക് തന്നെ ക്ലാസ് ഉണ്ട്. ആ മോളെ, നീ പോയി കിടന്നു. അവർ രണ്ടുപേരും കിടന്നെന്നാ തോന്നുന്നു. ആ ശരി പപ്പ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാ ശരി, ഞാനും പോയി കിടക്ക. ചൂണ നിക്കടാ, ഞാനും ഉണ്ട്. എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ലടാ. നിനക്കറിയോ, ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നതാ. ഹോബി നീ പോരുന്നോ? ആദ്യത്തിൽ ഉറക്കനെ, പിന്നെ പതിയെ യോങ്കി ഹോബിയോടെ ചോദിച്ചു. അയ്യോ വേണ്ടേ, ഞാൻ പൊക്കോളാം. പക്ഷേ ഞാൻ എടുക്കും നിന്നെ. അയ്യേ, ഇയാളിത് എന്ത് തേങ്ങയാ പറയുന്നേ? ഓ എന്റെ കർത്താവേ, ഇവിടെ വിളിത് ഇനി നിർത്താനായില്ലേ? ഇനി എടുക്കണോ? ഇതിങ്ങ കണ്ടിട്ട് എടുക്കാനും തോന്നുന്നുണ്ട്. എടുത്താലോ? എന്താ ചെയ്യ? എടുക്കണോ? അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ എടുത്താല് പ്ലാൻ ഒന്നും നടക്കൂല. സോ എടുക്കണ്ട, എടുക്കാതിരിക്കുന്ന നല്ലത്. കട്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, താനെ തന്നെ അങ്ങ് കട്ടായി പോട്ടെ, അത് നല്ല. ആ മക്കളെ, നിങ്ങൾ ഇറങ്ങിയോ? റെഡിയായി. പറയാതിരിക്കാൻ വയ്യ കുക്കി, നിന്റെ ഡ്രസ്സ് അടിപൊളി കേട്ടോ, വേറെ ലെവല്. നിനക്ക് നല്ലവണ്ണം ചേരുന്നുണ്ട്. താങ്ക് യു ജിമ്മിച്ചായ. അങ്ങോട്ട് നോക്കടാ. എന്താ? ആ ഇതേ കുക്കി, അല്ല നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന് കോളേജിൽ പറയാൻ പോവാണോ? അല്ല എന്താ? ഞാനോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അത് മാത്രല്ല, ഞാനത് പറയാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും ഞാനെന്തിനാ പറയുന്നത്? ഞാൻ പറയുന്നൊന്നുമില്ല. അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാനത് പറയാനും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അത് പിന്നെ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരോ? എന്താ? ശരിയാണല്ലോ. വാ, രണ്ടുപേരും കൂടെ ഒപ്പരം നിന്ന എന്നാ ജോഡിയാ, അടിപൊളി. സത്യം, രണ്ടുപേരും ഒപ്പരം തന്നെ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, അടിപൊളിയായിരിക്കും. ഫോട്ടോയും അതൊന്നും വേണ്ട. അയ്യോ, ഇങ്ങനെ നോക്കുന്നേ? ഇല്ല, അതൊന്നും വേണ്ട. അതെന്താ, നിനക്ക് എന്റെ കൂടെ ഫോട്ടോ എടുത്താലേ? എന്റെ പൊന്നു കുക്കീസെ, ഒന്ന് ഒപ്പരം നിൽക്കി, നമുക്കൊരു ഫോട്ടോ അല്ലേ? അവള് നിൽക്കും, നിങ്ങൾ എടുത്തോ. ഇങ്ങ് വാടി. അവര് പറഞ്ഞത് എന്താ ശരിയാ? ശരിക്കും കപ്പിൾസ് ഡ്രസ് തന്നെ. ഇതെങ്ങനെ ഒരേപോലെ വന്നേ? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ എന്റെ മോളൊന്ന് പോസ് ചെയ്തേ. പിന്നെ മക്കളെ, ഡേറ്റ് എടുക്കാനായില്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ആരെയും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ. അതിനി മറക്കണ്ട. മോനത്തെ, നിനക്ക് കോളേജിൽ ആരെങ്കിലും വിളിക്കാനുണ്ടോ കാര്യമായിട്ട്? നോങ്ക്,
എനിക്ക് പ്രിൻസിപ്പലിനെ ഒന്ന് വിളിക്കണം, വേറെ ആരുമില്ല. എനിക്കൊത്തിരി പേരെ വിളിക്കാനുണ്ട്. ഓ, അത് പിന്നെ നീ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എനിക്കല്ലാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. കടുവ കളിയൊക്കെ ചിരിക്കുന്നു. അല്ല മോളെ കുക്കി, നിന്റെ കഴുത്തിൽ എന്തോ ഒരു പാട് കാണുന്നേ? അയ്യോ, പാടോ? കർത്താവെ, പാടായോ? എവിടെ കാണുന്നില്ലല്ലോ. കൊള്ളാം, എന്തായാലും അതവൾക്ക് വേണം. ബട്ട് മമ്മ, അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ കാണാൻ മമ്മക്ക് ഭയങ്കര കണ്ണ. എന്നെ നോക്കി പേടിപ്പിക്കുന്നോടി ഉണ്ടക്കണ്ണി. തൽക്കാലത്തിന് എന്റെ മോളെ ഇത് പിടിച്ചോ. ചുമ്മാ ശരിയാണല്ലോ, എന്നതാടി നിന്റെ കഴുത്തിലെ? അയ്യോ കർത്താവേ, ഞാൻ എന്ത് പറയും? അത് പിന്നെ മമ്മ കോക്രോച്ച്. അതെ കോക്രോച്ച് കടിച്ചത് ഇന്നലെ രാത്രി. അത് തന്നെ ദുഷ്ടൻ നോക്കി ചിരിക്കുന്നു. ശരി, എന്നാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞാടി, പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട്സിനോട്. ഇനി ആരൊക്കെ എന്തൊക്കെയാന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. നീ ഇതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാലേ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. ഓക്കെ? അതെ മോളെ, സായി പറഞ്ഞ പോലെ മോളെല്ലാവരോടും വേഗം പറഞ്ഞാ കേട്ടോ. ഓ ആയിക്കോട്ടെ സാമമ്മേ, അങ്ങനെ തന്നെ ചെയ്യാം. ഇതേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ സാമമ്മയെന്ന് വിളിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മമ്മ, അങ്ങനെ വിളിച്ചാൽ മതി. ഓ അച്ചോടെ എന്റെ അമ്മേ. അതും പറഞ്ഞ് കുക്കി സാമിന്റെ കവള് പിച്ചെടുത്തു. ആഹാ, എന്റെ പെണ്ണെ, നീ എന്റെ കവള് പിച്ചെടുത്തല്ലോടി. അമ്മേന്റെ മോൻ കടിച്ചു പറിച്ചത്രൊന്നും വരില്ല എന്തായാലും. എന്താ മോളെന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ലമ്മ, ഞാനൊന്നും പറഞ്ഞില്ല. അതെ, പിന്നെ എനിക്ക് പോണം. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോണം. നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ പോരെ, എനിക്ക് നേരല്ല. പോരുണ്ടെങ്കിൽ പോരെ, എനിക്ക് ലേറ്റ് ആകാനൊന്നും വയ്യ, ഞാൻ പോവുക. ഈ കടുവ ഇങ്ങനൊരു സാധനം വന്നേക്കുന്നു. എന്നാ മക്കളെ, വേഗം പോകാൻ നോക്കാം എന്റെ കൂടെ. ഞങ്ങൾക്ക് കുറച്ച് പണിയിട്ട് ചെയ്തു തീർക്കാൻ. ഏതായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വെറുതെ ഇരിക്കാനായല്ലോ ഇവിടെ. എന്റെ പൊന്നു ജിനി, അത് മാത്രം പറയരുത്. ഇപ്പൊ ഇറങ്ങിപ്പോയില്ലോ എത്താന്. അവന്റെ ഈ കാണുന്ന വള്ളിക്കെട്ടിന്റെ എൻഗേജ്മെന്റ് തന്നെ വലിയൊരു പണിയാ ഞങ്ങൾക്ക്. അതിനൊക്കെ വലിയ പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. ചീനി, അത് നീ അവരോട് പറയണ്ട. അവർക്ക് നല്ല നല്ല പണികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. സത്യം, ചുമ്മാതിരിക്കാനൊന്ന് കരുതി ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ വന്നിട്ട് അതിനേക്കാൾ വലിയ പണിയാ കിട്ടി. എന്തായാലും അത് നന്നായി അങ്കിൾ. ഇവർ വെറുതെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് ചൊറിച്ചിലായിരുന്നു. ഏതായാലും അതിന്റെ ഒരു സമാധാനം ഉണ്ട് ഇപ്പൊ. അതെനിക്ക് അതേ അറിയാം, ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ നിനക്ക് ചൊറിച്ചിലാണെന്ന്. നീ പോടാ ഉറക്ക് വിരാന്ത. നീ പോടി. അവനാണ് ഓണടിക്കുന്നത്, വേഗം പോവാൻ നോക്ക്. അവനിപ്പോ പോവും ഇവിടെ അല്ലെങ്കിൽ. അയ്യോ ശരിയാണല്ലോ, കുക്കി വേഗം വന്നേ, ദേ ചെന്നായി പോണേ. ഓ അല്ല, എന്നാ നമുക്കറിയാലോ. അല്ല, നിങ്ങളെ കൂടെ ഒരുത്തനും കൂടെ ഇല്ലേ? അവനവിടെ പോയി. ഒരുത്തനെ അവനവിടെ കിടന്നുറങ്ങിയോണ്ടിരിക്കുന്നുണ്ട്, അവന്റെ സ്ഥിരം ജോലി. ആഹാ, വീണ്ടും തുടങ്ങി അവനാ പണി. കുറച്ചു കാലത്തിന് അത് കുറവുണ്ടായിരുന്നല്ലോ. ആരും അറിയാതെ പൂച്ച പാല് കുടിക്കുന്നത് നമ്മൾ ആരും അറിഞ്ഞില്ലെന്നാ ചെക്കന്റെ വിചാരം. ഇപ്പോഴോർത്ത്. അല്ല, നമ്മുടെ ഹോബി ഇവിടെ രാവിലെ മുതലേ ആളെ കണ്ടില്ലല്ലോ. അത് പിന്നെ ചിമ്മി, അവൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി. എന്തോ അവൾക്ക് അവരൊക്കെ ഒന്ന് കാണാൻ പോതിയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. കാണാൻ പോതിയോ? ആരെ? എന്താ ഈ പറയുന്നേ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ പോവാൻ നോക്ക്, നേരം വൈകണ്ട. എന്റെ കർത്താവേ, ഈ പെണ്ണിനത് എന്ത് ഭംഗിയാ! ഏതിട്ടാലും കുക്കി, നീ
നീയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോടി. ഓ നീ ഇവന്റെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് തരിക്കുന്നു. കുറച്ചു നേരത്തിന് കുറച്ച് സുഖമുണ്ടായിരുന്നു. ഇതിപ്പോ ഇവള് വീണ്ടും എടുത്തിട്ട് അല്ല ഇപ്പൊ ഞാനിതിനെ ദേഷ്യപ്പെടുന്നേ. നോ ഷീ സ്മൈൽ. സോ എന്തിന്? ഐ ഡോണ്ട് കെയർ എനിത്തിങ്. അയ്യോ അത് പറഞ്ഞപ്പോഴാ എന്റെ ഫോൺ. കടുവേ എന്റെ ഫോൺ ഇങ്ങ് തന്നെ. തന്നോടാ പറയുന്നേ എന്റെ ഫോൺ ഇങ്ങ് തരാൻ. ഇന്നേരെന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് അത്ര പെട്ടെന്ന് മറന്നോ നീ? ഓ ഇന്നേരെന്തിനാ നോക്കി പേടിപ്പിക്കുന്നതിന്? ഞാനതിലൊന്നും പറഞ്ഞില്ലല്ലോ. ഓഹോ ഇനിയിപ്പൊ ഞാൻ അങ്ങനെ വിളിക്കണോ? അത് പിന്നെ ഇച്ചായ അത് പിന്നെ ഇച്ചായന്റെ ഫോണിങ് തന്നെ. എനിക്കെന്റെ ഫോണ് വേണം ഇച്ചായ. അത് ഞാൻ കേട്ടത് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇച്ചായനോ? അപ്പൊ വേറെന്തോ ഉണ്ട്. അപ്പൊ നിനക്ക് നിന്റെ ഫോൺ വേണമല്ലേ? തരാലോ. ഇതുപോലെ നല്ല രീതിയിൽ ചോദിച്ചാൽ ഇച്ചായ നല്ല രീതിയിൽ അങ്ങ് തരുമല്ലോ. എന്നാ നിന്റെ ഫോണ്. കുക്കി അത് പിന്നെ ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നേ? ആ നീയോ? ഇവളിപ്പോ ഈ നേരത്തെ? ഹലോ ഡി കേൾക്കുന്നുണ്ടോ? ഹേയ് ബേബ്